മലയാളികൾക്ക് അത്രമാത്രം പരിചിതമല്ലാത്ത ഒരു പ്രത്യേകതരം കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിശക്തമായിട്ടുള്ള ചൂടാണ്. ഈ ചൂടിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നൽകുന്നുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഒപ്പം തന്നെ നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു കാലാവസ്ഥ എത്രമാത്രം ഗുരുതരമാണ് എന്നതിനെക്കുറിച്ച് ഡോക്ടർ പ്രവീൺ നമ്മളോട് സംസാരിക്കുകയാണ്. ഡോക്ടർ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു നമുക്ക് പരിചിതമല്ല ഈ ഒരു കാലാവസ്ഥ. അപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള രോഗങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. കേരളത്തിന് ഒരു പരിചിതമല്ലാത്ത ഒരു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചൂട് മൂലം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷത്തിനകത്താണ് ഞങ്ങൾ പോലും, ഡോക്ടേഴ്സ് പോലും ഇങ്ങനെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂട് മൂലമുള്ളത്, ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാഘാതം പോലുള്ള കേസുകൾ കേരളത്തിൽ കൂടുതലായിട്ട് കാണാൻ തുടങ്ങി. നമ്മൾ നേരത്തെ ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങനെ കേസുകൾ കൂടുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തിനകത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള കേസുകൾ കൂടാൻ തുടങ്ങിയത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളുമായിട്ടുള്ളൊരു പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഈർപ്പം അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുമ്പം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിന് അനുഭവപ്പെടുന്ന ചൂട് നമ്മൾ ഒഫീഷ്യലി റെക്കോർഡ് ചെയ്യുന്ന ചൂടിനേക്കാൾ വളരെയധികം കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ 35 ഡിഗ്രി സെൽഷ്യസ് ആണ് തിരുവനന്തപുരത്തെ ഇന്നലത്തെ ചൂട് എങ്കിൽ, ശരിക്കും ഇവിടെ ഹ്യൂമിഡിറ്റി ഒരു 60% ഉണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് അനുഭവപ്പെടുന്ന ചൂട്, അതിന് നമ്മൾ ഹീറ്റ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഹീറ്റ് ഇൻഡെക്സ് ശരിക്കും 45 ആയിരിക്കും. അപ്പോൾ 45 ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു അതീവ ഗുരുതരമായ ഒരു അവസ്ഥ തന്നെയാണ് ശരിക്കും ഉള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നോർമലി നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ചൂടെന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അത് നിയന്ത്രിക്കാനുള്ള കുറച്ച് ഒരു ഓട്ടോമേറ്റഡ് മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ ബ്രെയിനിലൊക്കെ ഉണ്ട്. അപ്പോൾ ചൂട് ഒരു 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 പരിധിയിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം തണുപ്പിക്കുന്നത് തന്നെ ഒന്ന് വിയർത്തിട്ടാണ്. അപ്പോൾ ഈ ഹ്യൂമിഡിറ്റി ഇവിടെ കേരളത്തിൽ കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ വിയർപ്പ് ഇവാപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബാഷ്പീകരിച്ച് പോകുമ്പോഴാണ് നമ്മുടെ ശരീരം തണുക്കുന്നത്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലാകുമ്പോൾ നമ്മുടെ ഈ ഒരു മെക്കാനിസം, നമ്മുടെ ഒരു കൂളിംഗ് മെക്കാനിസം കംപ്ലീറ്റ്ലായി ഫെയിലായിപ്പോൾ അല്ലെങ്കിൽ അത് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ നമ്മൾ ഗുരുതരമായിട്ടുള്ള ചൂട് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കേരളത്തിൽ കാണുന്നത്. അത് പണ്ടൊക്കെ നമ്മൾ അതിൻ്റെ ഒരു അതീവ ഗുരുതരമല്ലാത്ത ചൂട് കൊണ്ടുള്ള, ഇപ്പോൾ ചൂട് കുരു അല്ലെങ്കിൽ ചൂട് കൊണ്ട് മസിലിന് ക്രാമ്പുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നീരുണ്ടാവുക, അല്ലെങ്കിൽ സൺബേൺ, ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ കേരളത്തിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ അടുത്ത ഒരു നിലയിലേക്കുള്ള ഗുരുതര പ്രശ്നങ്ങളാണ് ഒന്ന് ഹീറ്റ് എക്സോഷൻ എന്ന് പറയുന്ന അതായത് നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അംശം കുറയുകയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ ലവണങ്ങളുടെ അംശം കുറയുകയൊക്കെ ചെയ്യുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അതിൽ നിന്ന് അടുത്ത ഒരു സ്റ്റേജിലോട്ട് പോയി നമ്മുടെ ബ്രെയിനിൻ്റെയൊക്കെ ഒരു ഫംഗ്ഷനെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസിൻ്റെ ഫംഗ്ഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ചൂടിൻ്റെ പ്രശ്നത്തിനാണ് നമ്മൾ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാഘാതം എന്ന് പറയുന്നത്. അത് ഒരു 40% വരെ മരണനിരക്കുള്ള അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അതാണ് നമുക്ക് ശരിക്കും ഇപ്പം കേരളത്തിൽ തടയേണ്ട ഒരവസ്ഥ, ഹീറ്റ് എക്സോഷനും അതേപോലെ തന്നെ ഹീറ്റ് സ്ട്രോക്കും. പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന ആളുകൾ ശരിക്കും വലിയ ആളുകളുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ പ്രതിരോധത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളെയാണല്ലോ. തീർച്ചയായിട്ടും. ഇതിനകത്ത് നമ്മൾ കൂടുതൽ വൾണറബിൾ ഗ്രൂപ്പുകൾ പറയുന്നത് ഒന്ന് പ്രായമുള്ളവരും പിന്നെ കുട്ടികളും. അതിലുപരി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. കുട്ടികൾക്ക് റിസ്ക് കൂടുതലാണ്. അവരുടെ ഈ പറഞ്ഞ പോലെ ശരീരത്തിലെ ഒരു തെർമോ റെഗുലേറ്ററി മെക്കാനിസം ഒന്നും അത്രയും ഡെവലപ്ഡ് ആവാത്തതുകൊണ്ട് തന്നെ അവർക്ക് റിസ്ക് കൂടുതലാണ്. പക്ഷെ അതിൽ കൂടുതൽ ഇപ്പോൾ തോന്നുന്നു അപകടം കൂടുതൽ കാണുന്നത് ഈ പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികൾ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടതും. അതുകൊണ്ട് തന്നെയാണ് ഈ 11 മണി തൊട്ട് 3 മണി വരെ നമ്മൾ ഈ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. അത് തണലത്ത് നിന്ന് ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ നോക്കണം എന്ന് പറയുന്നത്. നമ്മൾ നമുക്ക് ഈ സൂര്യാതാപം ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ശരീരം അതിനൊരു ലക്ഷണങ്ങൾ കാണിക്കുമല്ലോ. അത് നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ കഴിയുക? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ചൂടേറ്റുള്ള ചൂട് കുരു പൊള്ളൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പരിധിയിൽ കൂടുതൽ, പ്രത്യേകിച്ച് 40 ഡിഗ്രിയിൽ കൂടുതൽ ശരീരത്തിൻ്റെ ചൂട് കൂടി കഴിയുമ്പോഴാണ് ഹീറ്റ് എക്സോഷൻ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് എന്നൊക്കെ പറയുന്ന ഗുരുതരാവസ്ഥയിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കൂടുതലായിട്ടും നമുക്ക് കൂടുതലായിട്ട് തളർച്ച അനുഭവപ്പെടുക. പെട്ടെന്ന് വെയിലത്തൊക്കെ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് സാധാരണ ഉള്ളതിൽ കൂടുതൽ തളർച്ച അനുഭവപ്പെടുന്നെങ്കിൽ ഇത് ഈ ചൂട് കൂടിയിട്ടുള്ളൊരു പ്രശ്നമാണെന്നൊരു ചിന്ത എപ്പോഴും നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ തന്നെ നമ്മൾ തണലത്തേക്ക് മാറുകയും വെള്ളം കൂടുതൽ കുടിക്കുകയൊക്കെ വേണം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓർഗൻസിൻ്റെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോഴാണ് നമുക്ക് ഈ ബോധക്ഷയം,
ഹീറ്റ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളിലോട്ട് പോകുന്നത്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ അത് തടയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ഷീണം തോന്നി തുടങ്ങുന്ന സമയം തന്നെ അല്ലെങ്കിൽ ഒരു തലവേദന, കടുത്ത തലവേദന ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ തോന്നി തുടങ്ങുന്ന സമയം തന്നെ സ്വയം അത് മനസ്സിലാക്കുകയും മറ്റുള്ളവരാർക്കെങ്കിലും അങ്ങനെ ഒരു ലക്ഷണങ്ങൾ ചൂടത്ത് നിന്ന് തോന്നുന്നെങ്കിൽ അവരെ ഈ പറയുന്ന പോലെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി നമുക്ക് ഈ ഒരു സമയത്ത് കൂടുതലായിട്ടുണ്ട്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉത്തരേന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ണൂർ അത്തരത്തിലൊരു സംഭവം വന്നിരിക്കുന്നത്. നമ്മൾ അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഗൗരവം എത്രമാത്രം ഇത് ജീവന് തന്നെ ഭീഷണിയാണല്ലോ എന്ന് ചിന്തിക്കുന്നത്. അതെ, ഈ പറഞ്ഞ അതാണ് ഞാൻ ഈ ഹീറ്റ് എക്സോഷനും ഹീറ്റ് സ്ട്രോക്കും നമുക്ക് ഒട്ടും ഈ കേരളത്തിൽ നേരത്തെ പരിചിതമല്ല. അത് ആരോഗ്യ പ്രവർത്തകർക്കാണെങ്കിലും അതേപോലെ തന്നെ പൊതുജനങ്ങൾക്കാണെങ്കിലും ഇത് പരിചിതമല്ല. അപ്പോൾ നമ്മൾ ചൂട് കൂടി ആരും മരണപ്പെടുന്നു എന്നൊക്കെ പണ്ടൊന്നും കേരളത്തിൽ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനിടയ്ക്കാണ് ഞങ്ങൾ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് പോലും ഇതിൻ്റെ ട്രെയിനിങ് കേരളത്തിൽ കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ കാരണം അത്രയും നമുക്ക് ഈ ഒരു ഹീറ്റ് ഇൻഡെക്സും അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന ചൂട് അധികമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നേരിട്ട് വെയിലേൽക്കുന്ന ജോലികളിൽ നിന്ന് ആ ഒരു സമയത്ത് മാറി നിൽക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരത്തിൽ ദാഹം തോന്നുന്നില്ലെങ്കിലും വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട. നമ്മൾ സാധാരണഗതിയിൽ ദാഹം തോന്നുമ്പോഴാണ് വെള്ളം കുടിക്കുക. പക്ഷേ ഈ ഒരു കാലാവസ്ഥയിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ശുദ്ധജലം, അപ്പോൾ അവിടെ നമ്മൾ എന്ത് കുടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ശുദ്ധജലം എന്ന് പറയുമ്പം സാധാരണ തിളപ്പിച്ചാറ്റിയ വെള്ളമാണെങ്കിലും ഉപ്പിട്ട കഞ്ഞിവെള്ളമാണെങ്കിലും നാരങ്ങ വെള്ളമാണെങ്കിലും ഒക്കെ നല്ലതാണ്. പക്ഷേ അവിടെ ഒഴിവാക്കേണ്ടത് എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ട്. അത് ഒരുപാട് ഈ സോഡ പോലെയുള്ള എയറേറ്റഡ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതൽ നമുക്ക് അസിഡിറ്റിയൊക്കെ കൂടാനും ഈ ഒരു കാലാവസ്ഥയിൽ ചിലപ്പം കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പം മദ്യം, ബിയർ അതൊക്കെ പൂർണ്ണമായിട്ടും ഈ ഒരു കാലാവസ്ഥയിൽ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. വസ്ത്രധാരണത്തിന് നമ്മൾ ശ്രദ്ധിക്കും. തീർച്ചയായിട്ടും ഒന്ന് ഈ നേരിട്ട് ചൂടേൽക്കുന്ന അവസ്ഥ ഒഴിവാക്കാനുള്ള കുട പോലുള്ള കുട, ഇപ്പോൾ വെയിലത്ത് നടക്കുകയാണെങ്കിലും കുട ഉപയോഗിക്കുക, അതേപോലെ പാദരക്ഷകൾ ഉപയോഗിക്കുക. അതേപോലെ വസ്ത്രധാരണം ഈ കട്ടി കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് കുറച്ച് ഹീറ്റ് പുറത്തു പോകാൻ അത് സഹായിക്കും. അപ്പോൾ പിന്നെ ആഹാരവും സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ഈ ഇലക്കറികൾ, പച്ചക്കറികൾ പോലെയുള്ള ആഹാര സാധനങ്ങളും ഇതിൻ്റെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതും പ്രധാനമാണ്. തീർച്ചയായും നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയുടെ ഗൗരവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ലോക്ക്ഡൗൺ നമ്മൾ എങ്ങനെ കടന്നുപോയോ ആ നിലയ്ക്ക് തന്നെ കടന്നു പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഓർമ്മപ്പെടുത്തുന്നതും. എന്തായാലും ശക്തമായിട്ടുള്ള ചൂട്, ഉഷ്ണതരംഗ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ ജാഗ്രത എല്ലാവരും പാലിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. ക്യാമറമാൻ സുരേഷിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.